നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ പല ആവശ്യത്തിന് വേണ്ടി ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യും. ആവശ്യം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിന് സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ടോ മൊബൈൽ ഫോൺ ഹാങ് ആകുന്നത് കൊണ്ടോ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആപ്പ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് ആ ഒരു ആപ്പ് ഏതായിരുന്നു എന്നറിയില്ലെങ്കിൽ അത് കണ്ടെത്താൻ ചെറിയൊരു മാർഗ്ഗമുണ്ട് നമ്മുടെ ഫോണിനകത്ത്. അത് പ്ലേ സ്റ്റോറിലുള്ള ആപ്പാണെങ്കിലും പ്ലേ സ്റ്റോറിന് പുറത്ത് ഗൂഗിളിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്പാണെങ്കിലും വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലേ സ്റ്റോറിനകത്തും ഗൂഗിളിനകത്തുള്ള ആ 2 ട്രിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇന്നല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇന്ന് കണ്ടുവച്ച് കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഏതാണ് ഫീച്ചർ എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. ആ പ്രൊഫൈലിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ മുകളിൽ കാണും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ ഓവർ വ്യൂ എന്നും മാനേജ് എന്നും 2 ഓപ്ഷനുണ്ട്. ഈ രണ്ടാമത് കാണുന്ന മാനേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ദിസ് ഡിവൈസ് എന്ന് കാണാൻ സാധിക്കും. ഈ മുകളിൽ ആദ്യ ഭാഗത്ത് ഈ ദിസ് ഡിവൈസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണും. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഫോണിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആപ്പാണെങ്കിലും അതിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾഡ് അല്ല എന്ന് കാണിക്കും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച എല്ലാ ആപ്പുകളും ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അത്ര ആപ്പുകൾ ഏതായിരുന്നു എന്നറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് അത്ര ആപ്പുകൾ കണ്ടെത്താൻ സാധിക്കും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആ ഒരു ആപ്പ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതിൻ്റെ പേര് ഓർമ്മയില്ല, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തായിരുന്നു എന്നറിയും. അപ്പോൾ ഇങ്ങനെ പ്ലേ സ്റ്റോറിൽ വന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത്ര ആപ്പുകൾ വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. രണ്ടാമത്തത് ഗൂഗിളിന് പുറത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകളുണ്ട്. ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹിസ്റ്ററി എന്ന് കാണാൻ സാധിക്കും. ഈ ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഭാഗത്തേക്ക് നോക്കുക. നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് കൂടെ കിട്ടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത കറക്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഡേറ്റ് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും August 3, 2025 എന്ന്. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഓരോ മാസത്തെയും ഡേറ്റ് ഇവിടെ കാണും. അപ്പോൾ ഇവിടെ നിന്ന് ഏത് വെബ്സൈറ്റ് ആണെന്ന് കണ്ടെത്തി അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഗൂഗിളിലൂടെ ഡൗൺലോഡ് ചെയ്ത ആപ്പും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്താലും പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്താലും നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച പഴയ ആപ്പുകൾ കണ്ടെത്തി ആവശ്യമാണെങ്കിൽ വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.